ഇലക്ഷനുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നാം. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സവിശേഷമായ ചില മാർഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇലക്ഷൻ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിലെ ആദ്യം നടക്കുന്ന സോഷ്യൽ മീഡിയ ഇലക്ഷൻ ആയിരിക്കും. കാരണം സോഷ്യൽ മീഡിയ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജ വാർത്തകൾ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ധ്രുവ റെഡ്ഡി എന്ന് പറയുന്ന യൂട്യൂബർ ഏതാനും വീഡിയോകളിലൂടെ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു. സാധാരണ നമ്മൾ വാർ റൂം ഒരുക്കുന്നത് പോലെ ഇത്തരം സംഗതികൾക്ക് സവിശേഷമായ ഒരു വാർ റൂം ഒരുക്കി ഇലക്ഷൻ പ്രചരണ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഈ ഇലക്ഷനിൽ. ദേ നിങ്ങൾ നോക്കൂ, ഇപ്പം നിങ്ങൾ കാണുന്ന ചില വീഡിയോസിൻ്റെ ടൈറ്റിലുകളില്ലേ, ആ ടൈറ്റിലുകളിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ചില പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നടത്തിയെന്ന് വിവിധ പേരുകളിലൂടെ സ്പോൺസേഡായി പുറത്തുവിടുന്ന വീഡിയോകളാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത്രേ, ഈ രാജ്യത്തെ പട്ടിണിക്കാരായ ആളുകൾ ആ അവസ്ഥയിൽ തുടരുന്നതിന് കാരണം അവർ മാത്രമാണ്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പാണ്, അവർ നന്നാകില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ് ആ വീഡിയോയിൽ കാണുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഡബ്ബ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ, അതിനെതിരെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയ അമിത്ഷയ്ക്ക് പോലും കേസ് കൊടുക്കേണ്ടി വന്നു, താൻ പറയാത്ത വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു ചരിത്രം വളരെ രസകരമാണ്. ഈ റൈറ്റ് വിങ് ഗ്രൂപ്പ് അഥവാ സംഘപരിവാർ ഗ്രൂപ്പ് ഇതിന് കഴിയുന്ന ഒരു നല്ല എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിലൂടെ വീഡിയോകൾ പ്രചരിപ്പിക്കാനായി തയ്യാറായിരിക്കുകയായിരുന്നു. മറുവശത്താകട്ടെ ഇന്ത്യ ബ്ലോക്ക് എന്നും കോൺഗ്രസും എന്നൊക്കെ പറയുന്നിടത്ത് സംവിധാനങ്ങളുണ്ടെങ്കിലും BJPയുടെ 10 വർഷത്തെ ഭരണത്തിലൂടെ ആർജിച്ച സ്വാധീനവും കരുത്തും കൈമുതലാക്കിയുള്ള ആ സംവിധാനത്തോട് ഒട്ടും കിടപിടിക്കുന്ന ഒരു സംവിധാനവും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ പെട്ടെന്നാണ് രണ്ടുപേർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ, സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒന്ന് രവീഷ് കുമാർ, മറ്റൊന്ന് ധ്രുവ റെഡ്ഡി. ഇവർ രണ്ടുപേരും ഈ എക്കോസിസ്റ്റത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ വാർത്തകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയ്ക്കുകയായിരുന്നു. ഈസ് ഇന്ത്യ ബിക്കമിങ് എ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്ന ധ്രുവ റെഡ്ഡി പുറത്തുവിട്ട വീഡിയോ ഏതാണ്ട് 25 മില്യണിലധികം പേരാണ് അദ്ദേഹത്തിൻ്റെ പേജിൽ മാത്രം കണ്ടത്. പിന്നെ പലരും കോപ്പി ചെയ്തും ഷെയർ ചെയ്തും വ്യാപകമായി പ്രചരിപ്പിച്ചു. ഉത്തരേന്ത്യയിലെ ഹിന്ദി മേഖലകളിൽ ചെറുപ്പക്കാരായ ആളുകൾ ധ്രുവ റെഡ്ഡിയുടെ വീഡിയോകൾ കാണാൻ തുടങ്ങി. കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇടത്തരക്കാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്നവർ രവീഷ് കുമാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ മേഖലയിലൂടെ കരുതി വച്ചിരുന്ന പ്രചാരവേലകൾ ഇതുപോലെ രംഗത്ത് വന്നവരാകെയും ന്യൂട്രലൈസ് ചെയ്യുകയോ തുല്യവൽക്കരിക്കുകയോ ചെയ്തു എന്നതാണ് സത്യം. ഒരു ദിവസം ഇന്ത്യയിൽ കാണുന്ന ആവറേജ് വീഡിയോകളുടെ എണ്ണം 43 കോടിയാണ്. എന്ന് വെച്ചാൽ 43 കോടി ആളുകളാണ് പ്രതിദിനം ഇന്ത്യയിൽ യൂട്യൂബ് കാണുന്നത്. ഏതാണ്ട് ജനസംഖ്യയുടെ 1/3 ഭാഗമെന്നോ അല്ലെങ്കിൽ അഡൾട്ട്സ് പോപ്പുലേഷൻ്റെ 50% വേണമെങ്കിൽ പറയാം. അത്രമേൽ ഇടപെടലുകൾ നിറഞ്ഞ ഒരു മേഖലയായി മാറി. ഗോഡി മീഡിയാസ് വ്യാപകമായി ഒരു വശം മാത്രം ചിത്രീകരിക്കുകയും ഗവൺമെൻറ്റിന് വേണ്ടി മാത്രം പറയുകയും മറ്റുള്ളതെല്ലാം പാടെ തമസ്കരിക്കുകയും ചെയ്ത സ്ട്രാറ്റജി പരാജയപ്പെട്ടു. നമ്മൾ പുട്ടിന് പീരയിടുന്നത് പോലെ ഇടയ്ക്കൊക്കെ അതായിരുന്നെങ്കിൽ വീണ്ടും ജനങ്ങളുടെ ഒരു വിശ്വാസ്യത കിട്ടുമായിരുന്നു. എന്നാൽ അതിനപ്പുറത്ത് ഇത് തമസ്കരിക്കപ്പെട്ടതോടുകൂടി സ്വതന്ത്ര ഭാരതീയൻ എന്ന് പറയുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, പലതുമൊക്കെ പറയാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഉത്തർപ്രദേശിലെ കുറുംബി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടായ മാറ്റം. ധ്രുവ റെഡ്ഡി എന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അതിലെ ചെറുപ്പക്കാർ വ്യാപകമായി പ്രചരിപ്പിച്ചതിലൂടെ എല്ലാ കാലത്തും BJPയോടൊപ്പം ഉറച്ചു നിന്നിരുന്ന ഒരു വോട്ട് ബാങ്ക് ഇപ്പോൾ അവർ വ്യത്യസ്തമായി വർത്തമാനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ അത്രമേൽ സ്വാധീനം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണൊരു സത്യം. അതിനെ 2 രീതിയിൽ കാണാം. ഒന്ന്, വ്യാജ വാർത്തകളും സത്യസന്ധമല്ലാത്ത വാർത്തകളും പടച്ചുവിടുന്ന ഒരു മാധ്യമമായി ഈ സാമൂഹ്യ മാധ്യമ മേഖലയെ, യൂട്യൂബ് മേഖലയെ കാണാം. നമുക്കറിയാം, ചില യൂട്യൂബർമാരൊക്കെ സാധാരണ കഴിക്കുന്നതിൽ നിന്നും 2 അധികം കഴിച്ചാൽ വന്നിരുന്ന് പിന്നെ കീച്ചോടെ കീച്ചാണ്.
മറ്റു ചിലർ പെയ്ഡായി ചില വാർത്തകൾ ചിലർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ മാത്രം അങ്ങനെ ചെയ്യുന്നതും നമുക്ക് കാണാം. ഇത്തരം ചില അനഭിലഷണീയ പ്രവണതകളുണ്ടെങ്കിലും ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ ശബ്ദം കേൾക്കണമെങ്കിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കാണണം എന്നുള്ളതാണ് സ്ഥിതി. ബാക്കിയുള്ള മീഡിയകളെല്ലാം തന്നെ പരസ്യത്തിലൂടെയും വരുമാന പരിശോധനയിൽ ഉണ്ടാകാവുന്ന കുഴപ്പങ്ങൾ ഉൾപ്പെടെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും മറ്റ് പല രീതിയിലും വരുതിയിലാക്കിയും വരുതിയിലാകാത്തവരെ ഭീകരവിരുദ്ധ നിയമങ്ങൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തും ഒക്കെ നിശബ്ദമാക്കുമ്പോൾ ഒരു മനുഷ്യന് നിർഭയനാണെങ്കിൽ അവന് പറയേണ്ട സത്യങ്ങൾ ലോകത്തോട് പറയാൻ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനം ഈ ട്വിറ്ററും ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പഴയ ട്വിറ്ററും അതോടൊപ്പം യൂട്യൂബുമൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഫേസ്ബുക്ക് അതിൽ കുറച്ചുകൂടി ഈ പറയുന്ന മുൻവിധികളോടെ നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നിയിട്ടുണ്ട്. ചില വാർത്തകൾ മുക്കുകയും അതിന് അൽഗോരിതം വെച്ചിട്ട് പുഷ് നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു രീതി. എന്നാൽ മറ്റ് സംഗതികളിലൊക്കെയും അത് യഥേഷ്ടം പ്രചരിക്കുന്നുണ്ട്. അതിലൂടെ വൈവിധ്യപൂർണമായ ഒരു ഇന്ത്യയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു, കേൾപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.